റെജിയേ, ഡേ, എന്നാ വന്ന് ചായ കുടിക്ക്. ഇങ്ങോട്ട് കൊണ്ടുവരേ. എത്ര ദിവസമായി ഞാൻ നിന്നെ വിളിക്കണോ ഒന്ന് വന്നിട്ട് പോടി പറഞ്ഞിട്ട്. എന്താ നിനക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ എത്ര മടി? വരാൻ മടിയായിട്ടൊന്നല്ല, വിട്ടാക്കണ്ടേ. ആര്? ആര്? നിങ്ങളുടെ മരുമകൻ തന്നെ. ഓ, അവനക്ക് എന്താ അത്ര നീ 2 ദിവസം ഇവിടെ വന്ന് നിന്ന? അവന്റെ കാര്യങ്ങളൊക്കെ അവൻ്റെ ഉമ്മ ചെയ്തു കൊടുക്കില്ലേ? ഉമ്മ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യും. എന്നാലും ഇക്കാക്ക ഞാൻ എപ്പോഴും വീട്ടിൽ വേണം. എന്നെ വിളിച്ചിട്ടാണ് വീട്ടിലേക്ക് കയറി വരുന്നത് തന്നെ. ഹേ, ഒരു പുതു കല്യാണം കഴിഞ്ഞവര്. എന്ത് നിങ്ങൾക്കൊരു പുച്ഛം? പുതു കല്യാണം കഴിഞ്ഞവർ മാത്രം സ്നേഹിക്കാൻ പാടുള്ളൂ? നിങ്ങൾ സ്നേഹിച്ചടി അമ്മ. ആരപ്പ വേണ്ട പറഞ്ഞ്. ഇനിയിപ്പോ എന്തായാലും നീ 4 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി. ഇരിക്കിവിടെ. 4 ദിവസം ഇരുന്ന് തന്നെ. 4 മണിന്നുണ്ടെങ്കിൽ ഞാൻ സ്ഥലം വിടും. എവിടേക്ക്? ഇന്നെ പോണെന്നുണ്ടെങ്കിൽ നീ എന്തിനാടി ഇങ്ങോട്ട് വന്ന്? അവിടെ തന്നെ ഇരുന്നാ പോരായിരുന്നില്ലേ? നല്ല കോലായി. കുട്ടികളിനെ അവിടെ ഇട്ടിട്ട് ഇവിടെ വന്ന് വിരുന്നിരിക്കാനേ എനിക്ക് പ്രാന്തൊന്നുമില്ല. ഔ, കുട്ടികൾ എന്താ കൈക്കുട്ടികളല്ലേ നോക്കാം. നീ ഇല്ലെങ്കിൽ പറ്റില്ല എന്ന് പറയാൻ. അത് അല്ലെങ്കിൽ നിന്റെ അമ്മായിമ്മ നോക്കിക്കോളും. അതല്ലെങ്കിൽ അവനെ വിളിച്ചിട്ട് കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കാൻ പറ. ആ, കൊണ്ടുവന്നത് തന്നെ. എന്നെ ഒന്നും ഇങ്ങോട്ട് ആക്കി തരികയും പറഞ്ഞപ്പോൾ തന്നെ മൂപ്പന് തൊണ്ടും ചെറിയ അങ്ങോട്ടും കൂടെ ഒക്കെ പോയായിരുന്നു. ഈ കുട്ടികളെയും കൂടി ഇങ്ങോട്ട് ആക്കിയെന്ന് പറയേ വേണ്ടുള്ളൂ. അവർക്കൊക്കെ 100,000 തിരക്കുണ്ടമ്മ. അതിൻ്റെ ഇടയിൽ നമ്മുടെ കുട്ടികൾക്ക് നിൽക്കുക അവര്. ഇനിയിപ്പോൾ എന്ത് വന്നാലും ശരി, നീ ഇന്നൊരു ദിവസം ഇവിടെ നിൽക്ക്. ഇനിയിപ്പോൾ 4 ദിവസം 5 ദിവസം അല്ലെങ്കിലും കൂടിയിട്ട് ഒരു ദിവസമെങ്കിലും നിന്നിട്ട് പോ. നോക്കട്ടെ. റജീന, എപ്പോഴാടി വന്ന്? എളാമ വരി. ഞാൻ രാവിലെ വന്നു തോന്നു. അതെ, കുട്ടികളെ എവിടെ നിന്നിട്ട്? കുട്ടികളെയൊന്നും കൊണ്ടുവന്നിട്ടില്ലാന്നോ. എനിക്ക് വൈകുന്നേരം തന്നെ അങ്ങോട്ട് പോണേ. അന്ന് തന്നെ പോവോ? എന്തപ്പോ വെറുതെ വന്നതാ? ഞാൻ വെറുതെ വന്നത് തന്നെ. കൊറേ ഇമ്മ ഇങ്ങനെ വിളിച്ചിട്ട് വരാൻ പറയണോ. അപ്പൊ ഉമ്മാനെന്ന് വന്ന് കണ്ടിട്ട് പോകാലോ ഓർത്ത് വന്നതാ. എളാപ്പി ഷംസുക്കൊക്കെ പോയിട്ടുണ്ടെന്ന്? അവര് രണ്ടാളും രാവിലെ പോയിക്കണോ. എളാപ്പനി ഉച്ചക്ക് ചോറിനാൻ വരും. ഷംസിന് വൈകുന്നേരത്തെ വരുള്ളൂ. ഫൗസിത്താത്ത ഇല്ലേ അവിടെ? ഓ, ഉണ്ട്, അവളവിടെ ഉണ്ട്. ഷംസുക്കാക്ക് വീട് പണിയൊക്കെ തുടങ്ങാണ് അല്ലേ? ഉമ്മ പറഞ്ഞായിരുന്നോ? വീട് പണിയൊന്നും തുടങ്ങിയിട്ടില്ല. അത് സ്ഥലം വാങ്ങിയതേ നമ്മുടെ അടുത്തുള്ള തൊടിയില്ലേ. അതെ, അവര് കൊടുക്കണു പറഞ്ഞപ്പോ അതെന്തായാലും നമുക്ക് അടുത്തല്ലേ പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയിട്ടു. അതിൽ എത്ര സെന്റ് ഉണ്ട്? അതിൽ 10 സെന്റ്. അപ്പൊ അത് മുഴുവൻ ഇങ്ങോട്ട് വാങ്ങി. കയ്യിൽ പൈസ ഉണ്ടായിട്ടൊന്നും അല്ല, എന്റെ കയ്യിലുള്ള സ്വർണവും പോസിന്റെ കയ്യിലുള്ളതൊക്കെ കൊടുത്തിട്ടാ വാങ്ങിയത്. അതെന്തായാലും നന്നായി. ഇനിയിപ്പോ വീട് പണി പെട്ടെന്ന് ഉണ്ടാവുമായിരിക്കും അല്ലേ? വീട് പണിയൊക്കെ മെല്ലെ ചെയ്യണുള്ളൂ. ഇതൊക്കെ പൈസയും വേണ്ടേന്ന്. ഉള്ള സ്വർണ്ണമൊക്കെ സ്ഥലം വാങ്ങിയപ്പോ തന്നെ കഴിഞ്ഞേ. ഇനിയിപ്പോ ലോൺ എടുക്കണം വീട് വെക്കണമെങ്കിൽ. മെല്ലെ ചെയ്യണുള്ളൂ പറഞ്ഞിട്ടാ. അല്ല, നിനക്ക് വീട് പണിയൊന്നും തുടങ്ങണില്ലേ? തറവാട്ടിൽ തന്നെ കൂടാനും പരിപാടി? ഇല്ല, വീട് പണി തുടങ്ങണം. ഈ മഴക്കാലം കഴിയട്ടെ ഓർത്തിരിക്കുക. സ്ഥലം വാങ്ങിയിട്ടുണ്ടാ? സ്ഥലമൊന്നും വാങ്ങിയിട്ടില്ല. തറവാടിന്റെ ബാക്ക് സൈഡിൽ കുറച്ച് സ്ഥലം ഒഴിഞ്ഞു കിടക്കണില്ലേ, അപ്പൊ അവിടെ കയറ്റാ പറഞ്ഞിട്ടാണ്. അതിലൊരു 7 സെന്റ് വാപ്പ നമ്മുടെ പേരിൽ എഴുതി തരാ പറഞ്ഞിട്ടുണ്ടേ. അതെന്തായാലും നന്നായി ഉള്ളു അടുത്ത് തന്നെ ആയത്. അതാവുമ്പോ നിന്റെ അമ്മായിമ്മക്കും അമ്മോസനും നിന്റെ കൂടി ഇളയച്ചന്റെ കൂടി മാറി മാറി ഇരിക്കാലോ. ഞാൻ അങ്ങോട്ട് പോകാൻ നോക്കട്ടേട്ടാ. അതാ പോവാണ്, കേറുന്നില്ല? ഇല്ല, പോട്ടെ. അവിടെ ഫൗസി ഒറ്റയ്ക്കല്ലേ, പണിയൊന്നും ആയിട്ടില്ലേ. നീ ഇപ്പൊ ഇന്നെ അങ്ങോട്ട് പോകൂല്ലേ? പോണം പറഞ്ഞിട്ടാണ്. അതിന് ഇമ്മ ഇന്നൊരു ദിവസം ഇവിടെ നിക്ക് പറഞ്ഞ സൗകര്യം തരുന്നില്ല. നോക്കട്ടെ, ഭയം പോലെ ചെയ്യണം. എന്നാ നീ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വാടി, ഫൗസിനെയും കാണാലോ. ഞാൻ എന്നാ കുറച്ച് കഴിഞ്ഞിട്ട് വരാളാമ്മ. ചോറിട്ട് വരാം. എന്നാ വാ. ആരുടെ ഒരു കൂട്ടം കേട്ട്? എളാമയായിരുന്നു. എന്നിട്ട് എവിടെ? അവരതാ പോയി. അപ്പോഴേക്കും പോയാ? എന്തിനാണാവോ പിന്നെ വന്ന്? അവര് വെറുതെ വന്നതാ തോന്നണു, നിന്നൊന്നുമില്ല, വേഗം പോയി. എന്നിട്ട് നിന്റെ അടുത്ത് ചോദിച്ചു? എന്ത് ചോദിക്കണ്? വിശേഷം ചോദിച്ചു. അല്ലാണ്ട് ഇപ്പൊ എന്താ വേറെ ചോദിക്കണ്? അല്ല, നിങ്ങളല്ലേ പറഞ്ഞ അവര് വീട് വെക്കണോന്ന്? അവരിപ്പൊന്നും വീട് വെക്കണില്ല അത്രേ. സ്ഥലം വാങ്ങിയിട്ടുന്ന പേളാമ്മ പറഞ്ഞു. സ്ഥലം വാങ്ങുന്നത് പിന്നെ വീട് വെക്കാൻ തന്നെയല്ലേ. എൻ്റെ അടുത്ത് തന്നാ അവള് വീട് വെക്കാനെന്നാ പറഞ്ഞത്. ഇപ്പൊ നിന്റെ അടുത്ത് മാറ്റി പറഞ്ഞ ഞാൻ എന്താ ചെയ്യുന്നു? പൂത്ത കാശുണ്ട് വാപ്പാനത്ത് വാങ്ങിച്ചെടുത്തോ, പുറത്ത് കാണിക്കാണ്ടാണ്. നല്ലോ ഉണ്ടാക്കുന്നുണ്ട് രണ്ടാളും കൂടി. എന്നിട്ട് അവരെൻ്റെ അടുത്ത് പറഞ്ഞത് പൈസയൊന്നും ഇല്ലാണ്ട് സ്വർണം മുഴുവൻ വിറ്റിട്ടാണ് സ്ഥലം വാങ്ങിയെന്നാണല്ലോ. അതവള് പറഞ്ഞോണ്ട് നടക്കണതല്ലേ. ആ സ്ഥലം വാങ്ങാനേ ഒരു പൊട്ട് സ്വർണം അവളും കൊടുത്തിട്ടില്ല, അവളുടെ മരുമകളും കൊടുത്തിട്ടില്ല. എന്നാലോ സ്ഥലം വാങ്ങിയത് റെഡി ക്യാഷ് കൊടുത്തിട്ടാണേനും. അപ്പൊ അവൻ്റെ അടുത്ത് എവിടുന്ന കാശ്? അതാ ഞാൻ പറഞ്ഞതേ, നല്ലോ ഉണ്ടാക്കണ്ടെന്നേ. ഇവള് ഏതാ സാധനം പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നതൊന്നും കാണണ്ട. തൈക്ക് ഉപ്പ് തേക്കില്ല ചെറ്റ.
തറവാട്ടിലിരിക്കുമ്പോഴും അങ്ങനെ തന്നെ. എപ്പം നോക്കിയില്ലേ പാട്ടുപാടിയും കൊണ്ട് തന്നെ. നിന്റെ എളാപ്പിയൊന്നും ആദ്യം ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അവനൊക്കെ ആവശ്യത്തിന് ചെലവാക്കുകയായിരുന്നു. മുല്ലപ്പം കൂടി അങ്ങനെ ഉള്ള സ്വഭാവം അവനക്കും കിട്ടി. എൻ്റെ അടുത്ത് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിന്? വെറുതെ പോകാൻ പറഞ്ഞത്. നിനക്ക് വല്ല കാറ്റുണ്ടോ പെണ്ണേ? നീയൊന്നും പോകാൻ നിക്കണ്ട. പോയാലേ പച്ചവെള്ളം തരില്ല അവള്. ഞാൻ എപ്പോഴെങ്കിലും ഒന്ന് പോയാണ്ടല്ലോ. പാലില്ല, കട്ടൻ ചായ മതിയോട്ട് നീട്ടണുണ്ടേ അവള്. എനിക്കതും കൂടെ കേട്ടാ. എന്താ അത് അവളുടെ വീട്ടിലേക്ക് വരുന്നവർക്ക് ഒരു ഗ്ലാസ് ചായ വെച്ച് കൊടുക്കാൻ പാല് വാങ്ങാണ്ടിരിക്കുക അവള്? അങ്ങനെ ഇപ്പൊ അവളുടെ കട്ടൻ ചായ കുടിക്കാൻ നീ അങ്ങോട്ട് പോകണ്ട. നിന്നെ കാണണമെന്നുള്ളവർ ഇവിടെ വന്ന് കാണട്ടെ. മകളോ മരുമകളോ ആരാച്ച വന്നോട്ടെ. പാല് വെച്ച ചായ ഞാൻ വെച്ച് കൊടുക്കാം അവർക്ക്. ഞാൻ അറിയാണ്ട് മറ്റേ നീ അങ്ങോട്ട് പോയാ ബാക്കി അപ്പോഴേ ഉള്ളൂ. എന്താ നിനക്ക് തല്ലു എന്നെ? അല്ല സംഭവം പൊതു കല്യാണം കഴിഞ്ഞവരൊക്കെ തന്നെയാണ്. അതും പറഞ്ഞിട്ട് 24 മണിക്കൂർ റൂമിൻ്റെ ഉള്ളിൽ കയറി അടിയിരിക്കുക ചെയ്യ. ആന്ന് മനുഷ്യന്റെ തൊലി ഒരുക്കിയതൊക്കെ കാണുമ്പോഴേ ചെക്കനെ എപ്പ നോക്കിയാലും അവളുടെ പാവാടയെ പിടിച്ച് തൂങ്ങിയും കൊണ്ട് തന്നെ പെങ്കോന്തേ. കേൾക്കുമ്പോ തന്നെ എന്തോ പോലെയാവണം. നമ്മളൊന്നും ഇങ്ങനെയൊന്നും കാട്ടിക്കൂട്ടിയിട്ടില്ല. നിങ്ങൾ എന്നല്ല ആരും ചെയ്യില്ല എങ്ങനെയൊന്നും. ഓ ഇവര് മാത്രല്ലേ നാട്ടിൽ കല്യാണം കഴിച്ചിട്ടുള്ളൂ നോക്കാം. ബാക്കി ആരും കഴിച്ചിട്ടില്ല. കാട്ടിക്കൂട്ടുകയെന്ന്. ഇവിടെ ഞാനൊരുത്തി കണ്ണും തുറന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ള ബോധം വേണ്ടേ രണ്ടിനും. റൂമിൻ്റെ ഉള്ളിൽ കാട്ടുന്നതൊക്കെ അടുക്കളയിലും ആളിലൊക്കെ വന്നിട്ടേ പറയാൻ തന്നെ എനിക്ക് നടക്കടാ. നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കുമ്മ. നിങ്ങൾ വേറെ എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറയും. 9 മണിയാവാണ്ട് രണ്ടിനെ റൂമിന്റെ പുറത്തേക്ക് ഇങ്ങോട്ട് കാണിക്കാം. അപ്പൊ അവള് 9 മണിക്കൊക്കെ എണിച്ചു വരല്? 9 മണിക്കാ, ചിലപ്പോ 10ഉം 15ഒക്കെ ആവും. എന്നിട്ട് വന്നിട്ടോ ആ ഫോൺ എടുത്തുകൊണ്ട് ഇങ്ങനെ കുണുകുണാ വന്നോണ്ടിരിക്കും അവള്. ആരടുത്താണ് അവങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ആ ഫോണ് കയ്യിൽ നിന്ന് വെച്ചോടല്ല. അപ്പൊ അവളിവിടെ നിങ്ങളെ ഒന്നിനും സഹായിക്കൊന്നുമില്ലേ? സഹായിക്കണം, തിന്ന് സഹായിക്കും അവള്. ഞാൻ വെച്ചുണ്ടാക്കിയതിനൊക്കെ. അവള് ആ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണ്ടേന്ന്. അപ്പുറം ഇപ്പുറമുള്ള ഇവരടുത്തൊന്ന് പോയി വർത്താനം പറയേ, അടുക്കളയിൽ വന്ന് എൻ്റെ അടുത്തൊന്ന് സഹായിക്കണമെന്ന് ചോദിക്കേ ഒന്നുമില്ല. റൂമിൻ്റെ ഉള്ളിൽ കയറുക, വാതിലടയ്ക്കുക, പുറത്തേക്ക് ഇറങ്ങുക, ഫോൺ എടുക്കുക തന്നെ. അപ്പൊ നിങ്ങക്ക് പറഞ്ഞൂടെ ഇതൊന്നും ഇവിടെ പറ്റില്ലാന്ന്? ആരടുത്ത് പറയുന്നടി? അതിന്റെ തളൻ്റെ അടുത്ത് പോയി പറയേണ്ടി വരും. ഒരു മകളിനെ വളർത്തി വെച്ച കോലമാണ്. അതിനെങ്ങനെയാണ്? ആ സ്ത്രീയും കണക്ക് തന്നെയാണ്. മേക്കപ്പും കോലും പതിനെട്ടുകാരിയെന്ന തളന്റെ വിചാരം. നല്ല ബന്ധുക്കാരെന്തായാലും. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പെട്ടുപോയില്ലേ. എന്നാണ് അവ വിരുന്ന് കഴിഞ്ഞ് വരിക? അത് പിന്നെ പറയാണ്ടിരിക്കേ ഭേദം. വിരുന്ന് പോയ 10 ദിവസം കണക്ക് അവൾക്ക്. അതിന്റെ മുന്നേ ഇങ്ങോട്ട് പ്രതീക്ഷിക്കേ വേണ്ട. അപ്പൊ അവനോ? അവൻ പിന്നെ അവളില്ലാണ്ട് ഇങ്ങോട്ട് വരില്ലല്ലോ. ഇവിടെ വന്ന മണപ്പിച്ച് നടക്കാൻ ആള് വേണ്ടേ? അത് എന്നിട്ട് ഈ 10 ദിവസമൊക്കെ അവൻ അവിടെ നിൽക്കാണ്. എന്തിനു നന്നോ തോല്? അവരൊക്കെ എന്താ വിചാരിക്കുക? വിചാരിക്കണ നോക്കണ ഒരാളും അവരെന്ത് വിചാരിച്ചാലും ഇവനക്ക് എന്താണ് പെങ്കോന്തനും. ഇങ്ങനെ പെണ്ണിന്റെ വീട്ടിൽ പോയി പാട് കിടന്ന ഒരു വില ഉണ്ടാവില്ല കേട്ടോളേ. നിങ്ങൾ അതൊക്കെ അവനക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേ. വേല തലയാണ്. ഇവിടെ നിങ്ങളുടെ മരുമകന് ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? കല്യാണം കഴിഞ്ഞ പുതുക്കത്തിൽ ഇതുപോലെ 2 ദിവസം ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ടേ നിങ്ങൾ മൂപ്പന്റെ കാല് പിടിച്ചു, എന്നിട്ട് ഇരുന്ന. അങ്ങനെ വേണ്ടതേ, അല്ലാണ്ട് പെണ്ണുങ്ങളുടെ വീട്ടിൽ പോയി പാട് കിടക്കല്ലേ ചെയ്യാ. അതിനാണുങ്ങളായ കുറച്ചൊക്കെ നാണവും മാനവും വേണേ. അതിന് ഈ ചെക്കൻ അന്തം വേണ്ടേന്ന്. എങ്ങനെ നന്നു? അവിടെ നിന്റെ ഇളയിച്ച പണിയൊക്കെ ചെയ്യോടി? പിന്നെന്താ പണി ചെയ്യാണ്ട്? അല്ല, അതിനെ കണ്ട് അങ്ങനെ പണി ചെയ്യുന്ന ആളായിട്ടൊന്നും തോന്നില്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. അവൾക്ക് പറ്റുന്ന പണിയൊക്കെ അവള് ചെയ്യും. പിന്നെ ഇപ്പൊ അവിടെ അവള് മാത്രമൊന്നും അല്ലല്ലോ ഉള്ളൂ, ഞാനും ഉമ്മയൊക്കെ ഇല്ലേ. നമുക്ക് 3 ചെയ്യാനുള്ള പണിയൊക്കെ തന്നെ ഉള്ളൂ അവിടെ. സ്വഭാവമൊക്കെ എങ്ങനെ? വിളിക്കാനും പറയാനൊക്കെ? അവളിനെയും കൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല, പാവാണ്. എന്നെയൊക്കെ ഭയങ്കര ഇഷ്ടാ. നിന്റെ അമ്മായിമാർക്ക് അവളിന് വലിയ കാര്യം തോന്നുന്നുണ്ട് അല്ലേ? അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞു? അല്ല, ഞാനെന്ന് വന്നപ്പോ കണ്ടേ നിന്റെ അമ്മായിമ്മ അവളെ തലയെ കയറ്റി വെച്ചും കൊണ്ട് നടന്നാർന്നു. വിളിക്കണോർത്തും പറയണോർത്തും എന്താ ഒരു ഒലിപ്പിക്കലായിരുന്നു. തള്ളിന്റെ സ്വഭാവം എടുക്കുക അങ്ങനെയൊക്കെ തന്നെയാണ്. അതല്ലെങ്കിൽ അങ്ങനെയല്ലേ വരുള്ളൂ. അവള് പുതിയ മരുമകളല്ലേ, നീയല്ലേ ഇപ്പൊ പഴയത്. അപ്പൊ പുതിയതിന് എല്ലാവർക്കും വലിയ കാര്യമായിരിക്കും. അതുകൊണ്ടൊന്നും അല്ല. അവളുടെ അടുത്ത് ഇടയ്ക്ക് എങ്ങനെയൊക്കെ കാണിക്കും. അവൾ എന്തെങ്കിലും തെറ്റിയത് പറഞ്ഞ പിന്നെ കുറച്ച് ദിവസം എന്നെ ആയിരിക്കും തലയെ കയറ്റി വെച്ചുകൊണ്ട് നടക്കുക. അതൊക്കെ എല്ലാ വീട്ടിലും എല്ലാ തള്ളാരും അങ്ങനെയൊക്കെ തന്നെയല്ലേ. അല്ലടി, അവളുടെ അനിയത്തിന്റെ കല്യാണം ശരിയായ? ആ പെണ്ണ് കല്യാണ പ്രായമൊക്കെ ആയല്ലോ. ശരിയായിട്ടൊന്നുമില്ല. അതിന് അവളിപ്പോ കല്യാണം ഒന്നും വേണ്ട പറഞ്ഞ് നടക്കുക അത്രേ. എന്താ അത്രേ? അതിന് 12 വയസ്സൊക്കെ ആകുമല്ലോ. അവളിപ്പോ അതിന് പഠിക്കുകയല്ലേ, ജോലിയൊക്കെ ആയിട്ട് മതിയെന്ന് അത്ര പറയുന്നു. ജോലിയൊക്കെ ആയിട്ട് എപ്പോഴാ അത്രേ? മൂക്കിൽ പല്ലി വന്നിട്ടാ?
അതൊന്നും അല്ല. ആ പെണ്ണിന് വല്ല പ്രേമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവേ. പെണ്ണ് പറയാണ്ടായിരിക്കുന്ന്. ഇവര് പെണ്ണിന് പഠിപ്പ് കഴിയട്ടെ ജോലി ആകട്ടെ പറഞ്ഞിട്ട് ഇരുന്നാലേ അവസാനം പെണ്ണിന്റെ പാട്ടിലങ്ങോട്ട് പോകും. അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ. അതൊക്കെ നോക്കാൻ അവളുടെ വീട്ടുകാരില്ലേ. നിങ്ങൾ എന്തിനാ അതൊക്കെ നോക്കാൻ നിക്കണ്? അല്ല, ഞാൻ പറഞ്ഞോന്നേ ഉള്ളൂ. അല്ലടി, നീ വീട് പണിക്കൊക്കെ പൈസക്കൊക്കെ എന്താ കാട്ടണ്? ലോൺ എടുക്കന്നെ? പിന്നെ ലോൺ എടുക്കാണ്ട് എങ്ങനെ വീട് പണി തുടങ്ങണ്? ലോണൊക്കെ എടുക്കണം. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് സ്വർണ്ണം ഉണ്ടല്ലോ, അത് കൊടുക്കേണ്ടിയും വരും. ആ ലോൺ എടുക്കണതും പോരാണ്ട് ഇനി നിന്റെ സ്വർണവും കൊടുക്കണ? പിന്നെ കൊടുക്കണ്ടേ? ലോൺ എടുക്കണ പൈസയും കൊണ്ട് വീട് പണി മുഴുവനാവോ? എന്തായാലും മുഴുവനൊന്നും ഊരി കൊടുക്കാൻ നിൽക്കണ്ട. അത്യാവശ്യം ഇടാനുള്ളതൊക്കെ കയ്യിൽ വെച്ചിട്ട് ബാക്കിയുള്ളത് കൊടുത്താൽ മതി. നീ എന്തിനാ ഇങ്ങനെ നോക്കണ്? ഞാനുള്ള കാര്യമാണ് പറഞ്ഞതേ. ഉള്ളത് മുഴുവൻ അങ്ങോട്ട് ഊരി കൊടുത്തു പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു അത്യാവശ്യത്തിന് പോകുമ്പോൾ കയ്യിലും കഴുത്തിലും ഒന്നും ഇടാണ്ട് പോകാൻ പറ്റുമോ? നോക്കട്ടെ. ലോണൊക്കെ എത്ര കിട്ടും നോക്കിയിട്ട് അതിനനുസരിച്ചൊക്കെ തന്നെ കൊടുക്കുള്ളൂ. അതന്നെ ഞാനും പറഞ്ഞതേ. നോക്കിയും കണ്ടിട്ടൊക്കെ കൊടുത്താൽ മതി. വീട് പണി തുടങ്ങി ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ സഹായിക്കേണ്ടി വരും ടോളി. അതൊക്കെ ഞാൻ വാങ്ങിത്തരടി. വാപ്പാന്റെ കയ്യിൽ നിന്നൊക്കെ കിട്ടും. പക്ഷെ ചെക്കൻ്റെ കയ്യിൽ നിന്ന് കിട്ടാനാ പാട്. അവനിപ്പോ സ്വപ്ന ലോകത്തല്ലേ ഒരു പെണ്ണ് കിട്ടിയ പെണ്ണോ അതായാലും നന്നു. ചക്കിക്കൊത്ത ചങ്കരൻ. എനിക്കൊന്നും തോന്നുന്നില്ല അവന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നു. ഇപ്പൊ അവൻ തരാ പറഞ്ഞാലും അവള് മുടക്കുവേ. എന്തൊക്കെ പറഞ്ഞാലും അവൾ അന്യ വീട്ടിൽ നിന്ന് കയറി വന്നതല്ലേ. അപ്പൊ അതിന്റെ ഒരു വേർതിരിവ് എന്തായാലും കാട്ടും അവള്. തന്നാ തരട്ടെ, അല്ലെങ്കിൽ വേണ്ടേനും. കിട്ടാനൊരു സൂത്രമൊക്കെ ഉണ്ട്. നീ നിന്റെ വീട് പണി കഴിയും വരെ ഇടയ്ക്കും തലക്കൊക്കെ ഒന്ന് വന്ന് ഇവിടെ വന്നിട്ട് അവളുടെ അടുത്ത് നല്ല പോലെയൊക്കെ ഒന്ന് നിന്നാ മതി. നല്ലോ ഒളിപ്പിച്ച് നിന്നാലേ ചിലപ്പോൾ അവൾ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ മേടിച്ച് തരും നിനക്ക്. അങ്ങനെ കാട്ടിക്കൂട്ടിട്ട് എനിക്ക് അവരൊന്നും തരുമൊന്നും വേണ്ട. നിനക്ക് വേണമെങ്കിൽ മതി, അല്ലെങ്കിൽ കിട്ടിയത് മൈ കൊണ്ട് പോകേണ്ടി വരും. അല്ലാണ്ട് ഇപ്പൊ എനിക്കെന്താണ്? താത്ത എപ്പോഴാന്ന് വന്ന്? നീയോ? നീ എന്താ ഇവിടെ? എന്താ നിങ്ങൾ അങ്ങനെ ചോദിച്ചു? അല്ല, നീ 10 ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ എന്ന് ഉമ്മ പറഞ്ഞേ, അതുകൊണ്ട് ചോദിച്ചതാ. എന്തപ്പോ പെട്ടെന്ന് വന്ന്? ആര് 10 ദിവസം ഇരിക്കണ്? ഞാനോ? ഞാൻ 2-3 ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന ഉമ്മാൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതെ. അപ്പൊ ചിലപ്പോ ഉമ്മാക്ക് കേട്ടയിൽ മിസ്റ്റേക്ക് പറ്റിയതായിരിക്കും. നിങ്ങൾ എപ്പോഴാ വന്ന്? ഞാൻ രാവിലെ വന്നേ. കുട്ടികൾ എവിടെ എന്നിട്ട് കാണാനില്ല? കുട്ടികളൊന്നും വന്നില്ലേ. ഞാൻ വൈകുന്നേരത്ത് പോകാവർട്ട് വന്നതാണ്. അതെ, നിക്കണില്ല എന്നാ വിചാരിച്ച്. ഇനിയിപ്പോ എന്തായാലും നീ വന്നില്ലേ, ഇന്നൊരു ദിവസം നിന്റെ കൂടെ ഇരുന്നിട്ട് നാളെ രാവിലെ പോകാ. എന്നാ ഇരിക്കേ, ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് വരാം. എന്നാ എനിക്കും ഇടാൻ എന്തെങ്കിലും എടുക്ക്. ഞാൻ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ടെ. എന്നാ വരി. പിന്നെ ഇവിടെ ഉമ്മാനെ ഇടയ്ക്ക് പണിയിലൊക്കെ ഒന്ന് സഹായിക്കട്ടോ. ഒന്നും ചെയ്യാണ്ടിരിക്കണ്ട. അവരൊക്കെ പഴയ ആൾക്കാരല്ലേ, എന്തെങ്കിലും പറയുള്ളേ. ഞാൻ പണികളൊക്കെ ചെയ്യുമല്ലോ. ആരാ പറഞ്ഞു ചെയ്യില്ലാന്ന്? ഉമ്മയായിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക അല്ലേ? വേറെ എന്തൊക്കെ പറഞ്ഞു ഉമ്മ? കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് തോന്നണോ? ഉമ്മയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഞാനിങ്ങനെ പൊതുവായിട്ട് ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ രാവിലെ നേരത്തെ എണിക്കും താത്ത. എന്നിട്ട് അടുക്കളയത്തെ പണികളൊക്കെ ഒരു വീതമൊക്കെ എനിക്ക് അറിയും പോലെയൊക്കെ ചെയ്തു വെക്കും. എന്നിട്ട് ഉമ്മാക്കൾ ചായ അടക്കം ഞാനാ കൊണ്ടുപോയി കൊടുക്കുക. നിങ്ങൾ നിങ്ങളുടെ മരുമകളെ പറ്റിയിട്ട് പറഞ്ഞത് മുഴുവൻ നുണയാണ് അല്ലേ? അവള് പറഞ്ഞു എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും. അതാ, നീ അപ്പോഴേക്കും അവളുടെ അടുത്ത് പോയി ചോദിക്കുകയും ചെയ്താ? ചോദിച്ചതുകൊണ്ടാണല്ലോ എനിക്കിപ്പോൾ അത് അറിയാൻ പറ്റിയത്. അത് പിന്നെ അവളെ പറ്റിയിട്ട് നല്ലതല്ലേ പറയുള്ളൂ. നിങ്ങൾ ഇനി അധികം ഉരുണ്ട് കളിക്കാനൊന്നും നിൽക്കണ്ട. എനിക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ. നിങ്ങൾ ഇങ്ങനെ വെറുതെ ഇല്ലാത്തതൊക്കെ പറഞ്ഞുണ്ടാക്കിയിട്ടേ ബാക്കിയുള്ളവരെയൊക്കെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട. നിങ്ങൾക്കത് നല്ലതിനല്ല. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. ഞാനൊക്കെ കേട്ടു താത്ത. നിങ്ങൾ നേരത്തെ പണിയെടുക്കുന്ന കാര്യം പറഞ്ഞപ്പോഴേ എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു. ഉമ്മ നിങ്ങളുടെ എന്തൊക്കെയോ പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന്. നീ ഇനി അതൊന്നും മനസ്സിൽ വെക്കണ്ട. ഉമ്മ വിവരമില്ലാണ്ട് ഓരോന്ന് പറഞ്ഞതാ. കാര്യാക്കണ്ട നീ. ഇനിയിപ്പോൾ പറഞ്ഞത് പോട്ടെ, ഞാനത് കാര്യമാക്കി എടുക്കണമൊന്നുമില്ല. പക്ഷെ ഇനി ഉമ്മാൻ്റെ ഈ സ്വഭാവം മാറ്റിയിട്ടില്ലെങ്കിലേ ഞാൻ എൻ്റെ സ്വഭാവം മാറ്റും. അത് പറഞ്ഞ് മനസ്സിലാക്കിക്കോളി. കേട്ടല്ലേ നിങ്ങളുടെ മരുമകൾ പറഞ്ഞത്? അപ്പം ഇനിയെങ്കിലും നിങ്ങളുടെ ഈ വൃത്തികെട്ട സ്വഭാവം മാറ്റിക്കോളി, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ബുദ്ധിമുട്ട്.